രാമേന്ദ്രൻ, നാളെ മോദി ഇസ്രായേലിലേക്ക് പോകുന്നു എന്നാണ് വാർത്ത. അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢ മിസൈൽ നമുക്ക് ലഭിക്കും എന്ന് കരുതപ്പെടുന്നുണ്ട്. ആ വാർത്തയും ഏതാണ്ട് രഹസ്യം തന്നെയാണ്. എന്താണ് ആ സാധ്യത? അതായത് ഗോൾഡൻ ഹൊറൈസൺ എന്ന മിസൈൽ ഏതാണ്ട് 2000 കിലോമീറ്റർ റേഞ്ച് വരുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണ്. ആകാശത്ത് നിന്ന് അല്ലാത്ത മിസൈലുകളൊക്കെ ഉണ്ട്, ക്രൂസ് മിസൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ ആകാശത്ത് നിന്ന് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെ അപൂർവമാണ്. 2-3 രാജ്യങ്ങളുടെ കയ്യിലേ അതുള്ളൂ, ആകാശത്ത് നിന്ന് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ ഹൊറൈസൺ എന്ന മിസൈലിനെ പറ്റി ലോകത്തിന് അധികം വിവരങ്ങൾ ഇല്ല. ആ മിസൈലാണ് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു മിസൈൽ കവചം കിട്ടിയേക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പം ഇത് 1500 മുതൽ 2000 കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട് എന്നാണ്. മോദി ഇതിനു മുമ്പ് ഇസ്രയേലിലേക്ക് പോയത് 2017 അപ്പോൾ 8 കൊല്ലത്തിന് ശേഷമുള്ള യാത്രയാണ്. അപ്പോൾ ഇതിന് ALBM എന്ന് ഈ മിസൈലിന് പറയും, ഗോൾഡൻ ഹൊറൈസൺ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ളതിൻ്റെ. അപ്പോൾ ഇറാനെ ഇസ്രയേൽ 2024 ഒക്ടോബറിൽ ആക്രമിക്കുന്നതിന് മുമ്പ് ചോർന്ന അമേരിക്കൻ ഇൻ്റലിജൻസ് രേഖകളിലാണ് ഈ ഗോൾഡൻ ഹൊറൈസൺ മിസൈലിനെ പറ്റി പരാമർശം ഉള്ളത്. അമേരിക്കൻ രേഖകളിൽ നിന്നാണ് കുറച്ചെങ്കിലും വിവരം ഈ ഗോൾഡൻ ഹൊറൈസണെ പറ്റി ലോകത്തിന് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് 2 മിസൈലുകളെ പറ്റി അമേരിക്കൻ രേഖകളിൽ പറഞ്ഞിരുന്നു. ഒന്ന് ഗോൾഡൻ ഹൊറൈസൺ, മറ്റേത് റോക്സ് എന്ന് പറഞ്ഞ മിസൈൽ. റോക്സ് റഫാൽ എന്ന് പറഞ്ഞ കമ്പനി തന്നെ നിയമിക്കുന്നതാണ്. റഫാൽ ശരിക്കും ഫ്രഞ്ച് കമ്പനിയാണ്, പക്ഷെ അവർ ഇസ്രയേലിലും കമ്പനി ഉണ്ട്. അപ്പോൾ മുമ്പ് ആങ്കർ എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ ഉണ്ടായിരുന്നു. ആങ്കർ മിസൈൽ പരിഷ്കരിച്ചെടുത്തതാണ് ഈ റോക്സ് എന്ന് പറഞ്ഞ മിസൈൽ എന്നുള്ളത് അറിയാം. അപ്പോൾ ഈ ആകാശത്ത് നിന്ന് അയക്കുന്ന വേറെ ഈ ഇത്രയും റേഞ്ച് ഇല്ലാത്ത മിസൈലുകളുണ്ട്. റാംബേജ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചിരുന്നതാണ് ഇസ്രയേൽ നമുക്ക് തന്നിട്ടുള്ളത്. റാംബേജ്, എയർ ലോറ, ഇത് രണ്ടും ഇന്ത്യക്കുണ്ട്. ഇസ്രയേലിൻ്റെ ആകാശത്ത് നിന്ന് അയക്കുന്ന 282 കിലോമീറ്റർ റേഞ്ച് വരുന്നതാണ്. അത് ബാലിസ്റ്റിക് മിസൈൽസ് അല്ല. അപ്പോൾ ആകാശത്ത് നിന്ന് അയക്കുന്ന മിസൈലുകളാണ്, ബാലിസ്റ്റിക് മിസൈൽസ് അല്ല. റാംബേജ്, എയർ ലോറ, അത് രണ്ടും ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ റോക്സ്, റാംബേജ്, ലോറ ഇതൊക്കെ ഒരു 282 കിലോമീറ്റർ റേഞ്ചിലേക്കുന്നതാണ്. ഗോൾഡൻ ഹൊറൈസൺ എന്ന് പറയുന്നത് 2000 കിലോമീറ്റർ റേഞ്ച്. അതായത് മറ്റേ ഇസ്രയേലിൽ നിന്ന്, ഇപ്പം ജെറൂസലേമിൽ നിന്ന് അവരുടെ ഒരു വിമാനം ഇസ്രയേലിൻ്റെ പൊങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ ടെഹ്റാനെ അറ്റാക്ക് ചെയ്യാം. ഇറാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ച് ഇറാനിലേക്ക് പോകേണ്ട കാര്യമില്ല. 2000 കിലോമീറ്റർ എന്ന് പറയുന്നത് അതാണ് ആ മിസൈലിൻ്റെ ഗുണം. അപ്പോൾ ഈ ഫൈറ്റർ ജെറ്റിൽ നിന്ന് 800 കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടുന്നുള്ളത് ഉറപ്പാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ബ്ലൂ സ്പാരോ എന്ന് പറഞ്ഞ് ഒരു മിസൈൽ ഉണ്ടായിരുന്നു, ഈ മറ്റേ ഇസ്രായേൽ വികസിപ്പിച്ചത്. ഈ സ്പാരോ ശ്രേണികളിൽ പല മിസൈലുകൾ ഉണ്ടായിരുന്നു. ഇറാഖിൻ്റെ സ്കഡ്, ഷഹബ് തുടങ്ങിയ മിസൈലുകളെ മാതൃകയാക്കിയിട്ട് ഇസ്രയേൽ ഉണ്ടാക്കിയ സ്പാരോ ശ്രേണി. ഈ സ്പാരോ ശ്രേണി പരിഷ്കരിച്ചതായിരിക്കാം ഗോൾഡൻ ഹൊറൈസൺ മിസൈൽ എന്നാണ് പറയുന്നത്. കാരണം സ്പാരോയ്ക്ക് ഇത്രയും റേഞ്ചൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ സിൽവർ സ്പാരോ എന്ന് പറഞ്ഞ മിസൈലിന് 8.3 മീറ്റർ നീളം, ലോഞ്ചിന് മുമ്പ് അതിന് 3100 കിലോ ഭാരവും ഉണ്ടാവും. സിൽവർ സ്പാരോ കഴിഞ്ഞിട്ടാണല്ലോ ഗോൾഡൻ ഹൊറൈസൺ വരുന്നത്.
അപ്പോൾ ഇത് ഇന്ത്യക്ക് ഈ മിസൈൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ റഷ്യയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സുഖോയ് 30 MKI എന്ന് പറഞ്ഞ വിമാനത്തിൽ നിന്ന്, ഫൈറ്റർ ജെറ്റിൽ നിന്ന് ഈ സാധനം ഉപയോഗിക്കാം. അതായത് നമുക്കിപ്പോൾ ഈ 2 സംവിധാനങ്ങൾ വരികയാണ്. ഒന്ന് റഷ്യയുടെ നമ്മുടെ കയ്യിലുണ്ട്, ഉണ്ട്, എയർ ഫൈറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഏറ്റവും ആധുനികവും ഏറ്റവും രഹസ്യാത്മകവുമുള്ള ഈ മിസൈൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കാനായിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് മോദി ഇസ്രായേലിലേക്ക് പോകുന്നത് എന്ന് വേണം കണക്കാക്കാൻ. അതെ. അപ്പോൾ ഇതിനെ ഈ ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് വലിയ പ്രയാസമാണ്, വലിയ വേഗം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് അയക്കുകയാണല്ലോ. അപ്പോൾ വേഗം കൂടും. അതിനെ മറ്റ് മിസൈലുകൾക്കൊന്നും തടുക്കാനൊന്നും കഴിയുകയില്ല. അപ്പോൾ ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് അയക്കാം, ബോംബറുകളിൽ നിന്നും ഇത് തൊടുക്കാൻ കഴിയും. വലിയ സ്പീഡാണ്. അപ്പോൾ റഷ്യ, ചൈന, ഇസ്രയേൽ ഇതിനൊക്കെയാണ് ഇങ്ങനെ ആകാശത്ത് നിന്ന് അയക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്കടിയിലെ കേന്ദ്രങ്ങളൊക്കെ തുളച്ചു കയറി തകർക്കാൻ കഴിയും. റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇറാനിലെ ആണവ നിലയങ്ങൾ ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ നോക്കിയാൽ സിമന്റ് വീണ്ടും ഇട്ട് റീഇൻഫോഴ്സ് ചെയ്ത് ഇത് ആരും കാണാതിരിക്കാൻ ഇതിൻ്റെ മുകളിൽ മണലൊക്കെ ഇടുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ തകർക്കാൻ ഈ മിസൈലിന് കഴിയും. ഗോൾഡൻ ഹൊറൈസൺ, ബങ്കറുകൾ, നിലവറകൾ ഒക്കെ തകർക്കാൻ കഴിയും. മറച്ചുവെച്ച ആണവ കേന്ദ്രങ്ങൾ, ഇതൊന്നും സാധാരണയുള്ള ആകാശത്ത് നിന്ന് തൊടുക്കുന്ന, കരയിലേക്ക് തൊടുക്കുന്ന മിസൈലുകൾക്ക് പറ്റില്ല. ഗോൾഡൻ ഹൊറൈസണ് അത് പറ്റും. ഇതിന് മാക് സ്പീഡ്, ഈ മിസൈലുകളുടെയൊക്കെ പറയുന്നത് മാക് അനുസരിച്ചിട്ടാണ്. മാക് 5 ആണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലായ ബ്രഹ്മോസിൻ്റെ സ്പീഡ് മാക് 2.8 ആണ്. 2.8 ഉണ്ട്. അതിൻ്റെയൊക്കെ ഏതാണ്ട് ഇരട്ടി വരും ഈ ഗോൾഡൻ ഹൊറൈസൺ. 2.8 എന്ന് പറഞ്ഞ ബ്രഹ്മോസിൻ്റെ സ്പീഡ് തന്നെ ശബ്ദത്തിൻ്റെ 3 ഇരട്ടി ആണ്. അപ്പം അതിൻ്റെയൊക്കെ 6 ഇരട്ടി ഇല്ലേ എന്ന് പറയാം നമുക്ക് ഈ കിട്ടാൻ പോകുന്ന ഗോൾഡൻ ഹൊറൈസൺ. അതായത് ശബ്ദത്തിൻ്റെ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന, അതെനിക്ക് തോന്നുന്നു ആകാശത്ത് നിന്ന് താഴത്തേക്ക് വരുന്ന ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷനൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവും. അതെ, അതുകൊണ്ടായിരിക്കണം അത്ര വേഗത്തിൽ അതിന് സഞ്ചരിക്കാൻ കഴിയും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അയക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലെവലിലാണല്ലോ പോകുന്നത്. അപ്പോൾ ആ സാധ്യതകളെ സമ്പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് അവർ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ മിസൈൽ നമ്മുടെ കയ്യിൽ വരുന്നതോടുകൂടി നമുക്ക് പിന്നെ എതിരാളികൾ അങ്ങനെ കാര്യമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം നമ്മളായിട്ട് ഗുസ്തി പിടിക്കാൻ വരാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളത്. അതെ, ഒന്നാമത് നമ്മൾ ആണവരാജ്യമാണ്. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളും കൂടിയൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ മോദി ഇപ്പം നെതന്യാഹുവിനെ പോയി കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർച്ച ഞാൻ കണ്ടേ, ഒരു മണ്ടൻ ചർച്ച. അങ്ങനെയാണെങ്കിൽ മറ്റേ ഇറാനെ ട്രംപ് ഇപ്പം അടിക്കുമെങ്കിൽ ഇസ്രായേലും അതിൻ്റെ ഭാഗമാണല്ലോ അടിയിൽ. അങ്ങനെയാണെങ്കിൽ നെതന്യാഹു മോദിയെ കാണുമായിരുന്നോ എന്നൊരു ചർച്ച ഞാൻ കണ്ടു. എന്തൊരു മണ്ടൻ ചർച്ചയല്ലേ. രണ്ടുമായിട്ട് വല്ല ബന്ധമുണ്ടോ? മാത്രമല്ല, അടിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അത് രഹസ്യമായിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം നയതന്ത്ര പ്രവർത്തനങ്ങളും കൂടി സമാന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കണ്ടേ? തീർച്ചയായിട്ടും. മോദി പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കുമ്പോൾ അദ്ദേഹം ബീഹാറിലും വേറെ എവിടെയൊക്കെ പോയി രാഷ്ട്രീയ റാലികൾ അഭിസംബോധന ചെയ്യുന്നുണ്ടായിരുന്നില്ലേ തലേന്നെ? അങ്ങനെ ഡൽഹിയിൽ തന്നെ ഇരുന്നുകൊണ്ടിരുന്നെങ്കിൽ ഇയാൾ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടെന്നല്ലേ ആളുകൾക്ക് തോന്നുള്ളൂ. അതപ്പോഴും എൻ്റെ ശത്രുവിൻ്റെ ഫോക്കസ് തെറ്റിക്കാന്നുള്ളത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള സമീപനം തന്നെയാണ്. അപ്പോൾ ഇവിടെ നയതന്ത്ര ബന്ധങ്ങൾ, ചർച്ചകൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഒരിക്കലും ഈ യുദ്ധം എന്ന് പറയുന്ന സാധനത്തിലേക്ക് പെട്ടെന്ന് പോകുന്നുള്ള തോന്നലുണ്ടാവില്ല. പക്ഷേ പുറത്താളുകൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അമേരിക്കയുടെ സംവിധാനങ്ങളെല്ലാം ഇങ്ങനെ വിന്യസിച്ച് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ അത് വന്നേക്കാം. മാത്രമല്ല മറ്റ് പ്രസ്താവനകളും അതേപോലെ തന്നെ അവരുടെ നീക്കങ്ങളും, അതുപോലെ തന്നെ ഖമേനിയുടെ അവസാനത്തെ പ്രസ്താവനയൊക്കെ എന്ന് പറയുന്നത് യുദ്ധം അനിവാര്യമാക്കി മാറ്റുമെന്നും ആ യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും ഇറാൻ പിൻവാങ്ങുകയില്ല, ഇറാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ രക്തസാക്ഷിത്വമാണ് എന്ന നില കൂടി വരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ ഈ വാർത്ത വന്നത് 2000 കിലോമീറ്റർ റേഞ്ചുള്ള ഗോൾഡൻ ഹൊറൈസൺ ഇന്ത്യക്ക് തരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആഗോള തലത്തിൽ ഇങ്ങനൊരു മിസൈൽ ഇസ്രയേലിന്റെ കയ്യിലുണ്ട് എന്നല്ലേ പിയേഴ്സ ഇതിന്റെ അർത്ഥം? അത് ഇറാനുള്ള ഒരു സന്ദേശമല്ലേ? ആണ് അങ്ങനെയാണ് അറിയിക്കണല്ലേ. ഇപ്പൊ നമ്മള് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് നമ്മളുടെ കയ്യിലുള്ള ആയുധങ്ങൾ നമുക്കോ പുറത്തുള്ള ആളുകൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത സാധനങ്ങൾ പലതും ഉപയോഗിച്ച് കാണിച്ചു, ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ ഇസ്രയേൽ ഇപ്പോ ഒരു സന്ദേശം കൊടുക്കും. ഗോൾഡൻ ഹൊറൈസൺ ഉണ്ട്, അത് അവിടെ മറ്റേ ജെറുസലേമിൽ നിന്ന് ടെഹ്റാനെ തകർക്കാൻ കഴിയുന്നല്ലേ ഇതിന്റെ അർത്ഥം? അതാണ് ഇതിന്റെ അർത്ഥം. അത് ശരിയാണ്. ഇറാനുള്ള സന്ദേശം കൂടിയാണ് ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.